കയ്യെത്തും ദൂരത്ത്. രചന ആസിയ പൊന്നൂസ്. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. നിർമ്മാണം PNR ക്രിയേഷൻസ്. അവൻ്റെ ജന്മത്തിനായി എന്നേക്കാൾ കൂടുതൽ ആരും കാത്തിരുന്നിട്ടുണ്ടാവില്ല. ഒടുവിൽ അവൻ മരിച്ചുപോയി എന്ന നുണ എല്ലാവരും എന്നിൽ അടിച്ചേൽപ്പിച്ചപ്പോൾ ഞാൻ തകർന്നുപോയി അച്ഛ. എൻ്റെ അമ്മയെന്ന സ്ത്രീ ഒരിക്കൽ പോലും അപ്പു ആരാണെന്ന് എന്നോട് പറഞ്ഞിട്ടില്ല. പറഞ്ഞിരുന്നെങ്കിൽ അവനെ ഞാൻ വളർത്തിയനെ. അവൻ ശാന്തമായി പറഞ്ഞു തുടങ്ങി. അവസാന ദേഷ്യത്തിൽ മുഷ്ടിയുരുട്ടി പിടിച്ച് പറഞ്ഞതും ചന്ദ്രൻ അവൻ്റെ തോളിൽ തട്ടി. വിട്ടേ കൃഷി, നമ്മളവനെ ഇപ്പം നമുക്കൊപ്പം കൂട്ടിയാ അത് ഒരുപാട് പേർക്ക് വിഷമമുണ്ടാക്കും. അവനും അതെ. അതുകൊണ്ട് തൽക്കാലം ഇങ്ങനെ പോട്ടെ. അവൻ രുദ്രയുടെ അനിയനായി തന്നെ വളരട്ടെ. ശരിയും തെറ്റും തിരിച്ചറിയാൻ പറ്റുന്ന പ്രായത്തിൽ അവൻ്റെ ചേച്ചി തന്നെ അവനോടെല്ലാം പറയും. അപ്പോൾ അവൻ തീരുമാനിക്കട്ടെ ആരുടെ ഒപ്പം ജീവിക്കണമെന്ന്. അത്രയും പറഞ്ഞുകൊണ്ട് ചന്ദ്രൻ പുറത്തേക്ക് ഇറങ്ങിയതും പിന്നാലെ അവനും നടന്നു. എനിക്ക് അവനെ ഒന്ന് കാണണം അച്ഛാ. ഋഷിയുടെ ആവശ്യം കേട്ടതും ചന്ദ്രനൊന്ന് പുഞ്ചിരിച്ചു. വാ. അയാൾ ചിരിയോടെ വിളിച്ചതും അവൻ ഉത്സാഹത്തോടെ പോയി കാറെടുത്തു. അവൻ്റെ കാർ മഹിയുടെ വീട്ടുമുറ്റത്ത് ചെന്ന് നിന്നതും മുറ്റത്ത് ഓടിക്കളിക്കുന്ന അപ്പുവിനെ കണ്ട് രണ്ടുപേരുടെയും മുഖം വിടർന്നു. ഋഷി കാറിൽ നിന്നിറങ്ങി അവനെ പോയി വാരിയെടുത്തു. നെഞ്ചിൽ നല്ല വേദന തോന്നിയെങ്കിലും അവനത് കാര്യമാക്കിയില്ല. ഋഷിയെ കണ്ടതും അപ്പു അവൻ്റെ കയ്യിൽ നിന്ന് കുതിറിയിറങ്ങാൻ നോക്കി. എന്നെ വിട്ട് വിട്ട്. അവൻ കൈയും കാലും ഇട്ടടിച്ചുകൊണ്ട് അവൻ്റെ നെഞ്ചിൽ കുത്തിയതും മുറിവ് ഉണങ്ങാത്തതുകൊണ്ടാവും അവന് നന്നായിട്ട് വേദനിച്ചു. അവന് നെരിവലിച്ചുകൊണ്ട് നെഞ്ചിൽ കൈവച്ചതും ഷർട്ടിലും കയ്യിലും രക്തക്കറിയായി. അത് കണ്ട അപ്പൂന്ന് വിരണ്ടു. മോനെ. ചന്ദ്രൻ ഓടി ഋഷിയുടെ അടുത്തേക്ക് വന്നു. ഋഷി അപ്പുവിനെ താഴെ ഇറക്കി. ചന്ദ്രൻ അവനെ സിറ്റ് ഔട്ടിലേക്ക് പിടിച്ചിരുത്തി. അയ്യോ, എന്താ പറ്റിയേ? ഇതെങ്ങനെയാ ബ്ലഡ്? ശബ്ദം കേട്ട് പുറത്തേക്ക് വന്ന ഹേമ പരിഭ്രമത്തോട് ചോദിച്ചതും അപ്പു തലയും താഴ്ത്തി നിന്നു. ഹേമേ, ഈ ബ്ലഡ് തുടച്ചൊന്ന് മരുന്ന് വെക്കണം. ആ ഫസ്റ്റ് എയ്ഡ് ബോക്സ് ഒന്ന് എടുത്തു തരുമോ? ചന്ദ്രൻ പറഞ്ഞതിന് മുന്നേ ഹേമ അകത്തേക്ക് ഓടി. ഫസ്റ്റ് എയ്ഡ് ബോക്സ് കൊണ്ട് വന്നു കൊടുത്തു. ചന്ദ്രൻ തന്നെ ശ്രദ്ധയോടെ ബ്ലഡ് തുടച്ചു മാറ്റി മരുന്ന് വെച്ച് അത് ഡ്രസ്സ് ചെയ്ത് കൊടുത്തു. ഞാൻ പോയി കുടിക്കാൻ എന്തെങ്കിലും കൊണ്ടുവരാം. അതും പറഞ്ഞു ഹേമ അകത്തേക്ക് പോയതും അപ്പു തലയും കുനിച്ച് ഋഷിയുടെ അടുത്തേക്ക് വന്നു. അറിയാതെ പറ്റിയതാ. അവൻ കീഴ്ച്ചുണ്ടി കടിച്ചു പിടിച്ച് വിതുമ്പിയതും ഋഷി അവനെ പിടിച്ച് അടുത്തിരുത്തി. ഇറ്റ്സ് ഓക്കെ മാൻ, എനിക്ക് വേദനിച്ചിട്ടൊന്നുമില്ല. ഋഷി അവൻ്റെ മൂക്കിൽ പിടിച്ച് കൊഞ്ചിലോടെ പറഞ്ഞതും അവൻ്റെ മുഖം വിടർന്നു. സത്യാണോ? ആടാ അപ്പുകുട്ട. അവൻ്റെ തോളിലൂടെ കൈയിട്ട് ഋഷി ചിരിയോടെ പറഞ്ഞതും അവൻ വെളുക്കനെ ചിരിച്ചു കാണിച്ചു. അത് കണ്ടതും ഋഷി പോക്കറ്റിൽ നിന്നും അവനായി കരുതിയ ചോക്ലേറ്റ് എടുത്ത് നീട്ടിയതും അവൻ വേഗം അത് വാങ്ങി വായിലാക്കി. അത് തിന്നുന്നതിനിടയിൽ ആള് കാര്യമായിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട്. ഋഷി അതൊക്കെ ചിരിയോടെ കേട്ടിരുന്നു. അവരെ അങ്ങനെ കണ്ടതും ചന്ദ്രന്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി സ്ഥാനം പിടിച്ചു. മനസ്സ് നിറഞ്ഞൊരു ചിരി. കിച്ചുവിന്റെ വീടിന് മുമ്പിൽ ബൈക്ക് കൊണ്ട് വെച്ചുകൊണ്ട് മഹി പോയി കോളിംഗ് ബെൽ അമർത്തിയതും കിച്ചു വന്ന് വാതിൽ തുറന്നു. അവളെവിടെ? അകത്തേക്ക് കയറിക്കൊണ്ട് അവൻ ചോദിച്ചതും അവൾ മുകളിലേക്ക് അയച്ചുകൊണ്ടി. അത് കണ്ടതും മഹി സ്റ്റെയർ കയറി മുകളിലേക്ക് പോയി. ദേ, ആ മുറിയില്ല. സ്റ്റെയർ കയറി രണ്ടാമത്തെ മുറിക്ക് മുന്നിലെത്തിയതും പെറുകെ വന്ന കിച്ചു വിളിച്ചു പറയുന്ന കേട്ട് അവൻ അങ്ങോട്ടേക്ക് നടന്നു. വാതിൽ തുറന്നു കിടപ്പുണ്ട്. കിരണിന്റെ കയ്യിൽ പിടിച്ച് കിടന്നുറങ്ങുന്ന രുദ്രയെ കണ്ടതും അവനും നിന്നു. ഒരു കൈ പ്ലാസ്റ്റർ ഇട്ടതുകൊണ്ട് മറുഭാഗം ചെരിഞ്ഞാണ് അവൾ കിടന്നത്. അവളുടെ മറുവശത്തായി ഫോണിൽ കുത്തി ശ്രാവണം ഇരിപ്പുണ്ട്. അവൻ ഡോറിൽ മുട്ടിയതും കിരണും ശ്രാവണും തലയുയർത്തി നോക്കി. ആരിത്? അളിയനോ? വരണം വരണം. ശ്രാവൺ അവിടുന്ന് എണീറ്റുകൊണ്ട് പറഞ്ഞതും മഹി അങ്ങോട്ടേക്ക് നടന്നു. ഇത്രയും നേരം വായിട്ടലച്ച് കുറച്ചു മുന്നെയാ ഒന്ന് ഉറങ്ങിയേ. ചുരുണ്ടുകൂടി കിടക്കുന്ന രുദ്രയിലാണ് അവൻ്റെ നോട്ടമെന്ന് കണ്ടതും കിരൺ പറഞ്ഞു. എന്നാ ശരിയളിയ, വാ ചേട്ടാ, നമുക്കങ്ങ് പോയേക്കാം. മഹി നോക്കി ഇളിച്ചുകൊണ്ട് കിരണിനെയും കൂട്ടി ശ്രാവൺ പോയതും മഹി രുദ്രയുടെ അടുത്തേക്ക് നടന്നു. പാൻസിന്റെ പോക്കിൽ കൈയിട്ട് അവൻ അവിടെ കിടപ്പ് നോക്കി നിന്നു. അവളൊന്ന് ചിണുങ്ങിക്കൊണ്ട് നേരെ കിടന്നു. കിരണിന്റെ കയ്യിൽ തലവെച്ച് കിടന്നുകൊണ്ടാവും അവൻ അവിടുന്ന് എണീറ്റ് പോയപ്പോൾ അവളുടെ ഉറക്കം മുറിഞ്ഞത്. അവൾ കണ്ണി ചിമ്മി തുറക്കുന്ന കണ്ടതും അവൻ അങ്ങനെ ഗൗരവത്തോടെ നിന്നു. അവൾ കോട്ടുവായിട്ടുകൊണ്ട് എണീറ്റിരുന്നു. മുന്നിൽ നിൽക്കുന്ന മഹിയെ കണ്ട് അവളൊന്ന് ഞെട്ടി. അത് കണ്ടതും പോക്കറ്റിൽ നിന്ന് കൈയെടുത്ത് അവൻ മാറിൽ പിണച്ചു കെട്ടി അതേ ഗൗരവത്തിൽ അവളെ നോക്കി. ഞെട്ടിൽ വിട്ടുമാറിയതും അവൾ ചുറ്റും നോക്കി ബെഡിൽ നിന്നിറങ്ങി. കണ്ണേട്ടാ. അവൾ മഹിയെ നോക്കാതെ അവൻ്റെ ഓരത്തുകൂടി പുറത്തേക്ക് നടന്നുകൊണ്ട് വിളിച്ചതും മഹി അവളുടെ വലതുകയിൽ പിടിച്ചു നിർത്തി. എന്നെ വിട്, എനിക്ക് പോണം. അവൻ്റെ മുഖത്തേക്ക് നോക്കാതെ അവൾ പറഞ്ഞതും മഹി അവളെ പിടിച്ച് ബെഡിലേക്ക് തള്ളി. എന്നിട്ട് തിരിഞ്ഞിടന്ന് ഡോർ ചാരി അവൾക്ക് നേരെ തിരിഞ്ഞു. എന്തിനാ ഡോറടച്ച്? എനിക്ക് പോണം. അവൾ അവനെ നോക്കി മുഖം കൂർപ്പിച്ചു. എങ്ങോട്ട്? എൻ്റെ ഏട്ടന്മാരുടെ അടുത്തേക്ക്. അവൾ കടുപ്പിച്ച് പറഞ്ഞു. ഇത്രയും നേരം ഏട്ടന്മാർക്കൊപ്പം തന്നെ ആയിരുന്നില്ലേ? ഇനി കുറച്ചേരം അവർക്ക് റെസ്റ്റ് കൊടുക്ക്. മഹി അവളെ ബെഡിലേക്ക് തള്ളിയിരുത്തിക്കൊണ്ട് പറഞ്ഞു. അവൾ എന്തെങ്കിലും പറയും മുന്നേ അവൻ അവളുടെ മടിയിൽ മുഖം പൊഴുത്തി ബെഡിൽ കമിഴ്ന്ന് കിടന്നു.
അവളൊന്ന് വിറച്ചുകൊണ്ട് അവനെ ഒരു കൈകൊണ്ട് തള്ളിമാറ്റാൻ നിന്നു. അവൻ അവളുടെ ഇടുപ്പിലൂടെ ചുറ്റിപ്പിടിച്ച് അങ്ങനെ തന്നെ കിടന്നു. എൻ്റെ ഏട്ടന്മാർക്കൊപ്പം ഞാൻ പോകുന്നതിന് നിങ്ങൾ എന്തിനെങ്ങനെ തടസ്സം നിൽക്കുന്നത്? നിങ്ങൾക്കറിയില്ല ഉണ്ണിയേട്ടനെ കാണാൻ എത്രമാത്രം ഞാൻ കൊതിച്ചിരുന്നെന്ന്. എങ്ങനെയും ഒന്ന് കണ്ടുമുട്ടിയാൽ മതിയെന്നായിരുന്നു. ഒന്നിനു പകരം എൻ്റെ 2 കൂടപ്പിറപ്പുകളെയും തിരിച്ചറിഞ്ഞിട്ടും നിങ്ങളെല്ലാവരും അവരെന്നിൽ നിന്ന് മറച്ചു പിടിച്ചു, അകറ്റി. എന്തിനായിരുന്നു ഇതൊക്കെ? ഇവരെ കാണാൻ കഴിയാതെ ഞാൻ മരിച്ചു പോയിരുന്നെങ്കിലോ? അത്രയും നേരം മിണ്ടാതെ കണ്ണടച്ച് കിടന്ന മഹി അവിടെ ആ ചോദ്യം കേട്ട് കണ്ണു തുറന്നു. അവൻ്റെ പിടി അവളുടെ ഇടുപ്പിൽ മുറുകി. ദേഷ്യത്താൽ വലിഞ്ഞു മുറിയ മുഖം ചരിച്ച് അവൻ അവളെ ഒന്ന് നോക്കി. അവൻ പതിയെ എണീറ്റിരുന്നു. പറയൂ, ഞാൻ മരിച്ചു പോയിരുന്നെങ്കിലോ? അവൾ ബാക്കി പറയും മുന്നേ അവൻ അവളുടെ തലയിൽ പിടിച്ച് അവളുടെ ചുണ്ടുകൾ കവർന്നു. രുദ്രയുടെ വിളിയേട്ട് അങ്ങോട്ടേക്ക് ഡോറ് തുറന്നു വന്ന ശ്രാവൺ അത് കണ്ട് വായ്പൊത്തി കണ്ണും തള്ളി നിന്നു. അതറിയാതെ മഹി അവളുടെ കവിളിൽ കൈവച്ചുകൊണ്ട് അവളുടെ കീഴ്ച്ചുണ്ട് ആവേശത്തോടെ നുണഞ്ഞു. പെട്ടെന്നുള്ള അവന്റെ നീക്കത്തിൽ അവളൊന്ന് ഞെട്ടിയെങ്കിലും മനസ്സിന്റെ വേദനയകറ്റാൻ ഒരു ചുടുചുംബനം അവളുടെ മനസ്സും ആഗ്രഹിച്ചിരുന്നു. നിമിഷങ്ങളോളം അവരിരുവരും ആ ചുംബനത്തിൽ ലയിച്ചിരുന്നു. മഹി അവളുടെ ചുണ്ടുകൾ ആവേശത്തോടെ നുണഞ്ഞുകൊണ്ട് അവളുമായി ബെഡിലേക്ക് ചെരിഞ്ഞു. ബെഡിലേക്ക് വീണതും അവളുടെ നെഞ്ചിൽ കൊളുത്തിപ്പിടിക്കുന്ന വേദന തോന്നി അവൾ കണ്ണുകൾ ഇറുക്കിയടച്ചു. അത് കണ്ടതും മഹി അവളുടെ ചുണ്ടുകളെ മോചിപ്പിക്കാതെ ഒന്നുരുണ്ടുകൊണ്ട് അവളെ അവന് മുകളിലായി കിടത്തിക്കൊണ്ട് അവളുടെ ചുണ്ടുകളെ ചുംബിച്ച് ചുവപ്പിച്ചു. അവരുടെ ശ്വാസനിശ്വാസങ്ങൾ അവരിലേക്ക് മാത്രം ഒതുങ്ങി. രുദ്രയുടെ വലതു കൈയിലെ നഖങ്ങൾ മഹിയുടെ പുറത്ത് ആഴ്ന്നിറങ്ങി. മനസ്സിലെ ഭാരങ്ങളൊക്കെ ഒഴിഞ്ഞു പോകുന്ന പോലെ അവൾക്ക് തോന്നി. അപ്പോഴും മഹി അവളുടെ തുടുത്ത ചുണ്ടുകളെ ഭ്രാന്തമായി ചുംബിച്ചുകൊണ്ടിരുന്നു. ഒടുവിൽ ശ്വാസം വിലങ്ങിയതും രുദ്ര അവനിൽ നിന്ന് മുഖം തിരിച്ചുകൊണ്ട് അവനെ തള്ളിക്കൊണ്ട് അവനിൽ നിന്ന് അടർന്നു മാറി. അവൾ ബെഡിൽ എണീറ്റിരുന്നുകൊണ്ട് കിതച്ചതും മഹി അവളുടെ കവളിൽ കുത്തിപ്പിടിച്ച് ബെഡിലേക്ക് ഇടത്തി. ഇനി മേലാൽ എന്നോട് ഇമാതിരി ക്ലീശ സെന്റിയുമായിട്ട് വന്നേക്കരുത്, മനസ്സിലായോ? അവളെ മലർത്തി കിടത്തി കവളിൽ കുത്തിപ്പിടിച്ച് അവൻ പറഞ്ഞതും അവൾ അനുസരണയുള്ള കുട്ടിയെപ്പോലെ തലകുലുക്കി. അത് കണ്ടത് ഒന്ന് അമർത്തി മൂളിക്കൊണ്ട് അവൻ പിടിവിട്ടതും ശ്രാവൺ ഡോറും ചാരി വേഗം മാറി നിന്നു. രുദ്രയെ നോക്കിയൊന്ന് കണ്ണുരുട്ടിക്കൊണ്ട് അവൻ പുറത്തേക്കിറങ്ങി. മഹി പോയതും ഒളിച്ചെന്ന ശ്രാവൺ പതിയെ തലമാത്രം അകത്തേക്കിട്ട് രുദ്രയെ നോക്കി. പെങ്ങളെ ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കിയ രുദ്ര ശ്രാവണിനെ കണ്ട് ഞെട്ടി. അവൾ വേണോ വേണ്ട എന്ന മട്ടിൽ ഇളിച്ചതും അവൻ തലയാട്ടി ചിരിച്ചുകൊണ്ട് അകത്തേക്ക് വന്നു. അവന്റെ സ്വഭാവം അറിയുന്ന നീ തന്നെ ഇങ്ങനെ ചോദിച്ചു വാങ്ങാൻ പോകുന്നത് എന്തിനാടി? അവളെ കളിയാക്കി അവൻ ചോദിച്ചതും അവൾ അവനെ നോക്കി കണ്ണുരുട്ടി. പിന്നെ ഇത്ര വലിയ രഹസ്യം എന്നിൽ നിന്ന് ഒളിപ്പിച്ചു വെച്ചാൽ ഞാൻ മിണ്ടാതെ നിൽക്കണമായിരുന്നോ? അവൾ മറ്റെങ്ങോ നോക്കിക്കൊണ്ട് പറഞ്ഞതും അവൻ അവളെ ചേർത്ത് പിടിച്ചു. എന്റെ ശ്രീ, നീ ഇത് എന്തറിഞ്ഞിട്ടാ? നിന്നിൽ നിന്ന് ആരും മറച്ചു വെച്ചൊന്നുമല്ല. നിന്റെ ആരോഗ്യം ഒന്ന് മെച്ചപ്പെട്ടിട്ട് നിന്നോടൊക്കെ പറയാമെന്ന് ഞങ്ങൾ അവനോട് പറഞ്ഞത്. അപ്പോൾ നീ മെന്റലി ഓക്കെ ആയി വരുന്നേ ഉള്ളൂ. വീണ്ടും വീണ്ടും ഷോക്ക് എന്നാൽ അത് ശരിയാവില്ലെന്ന് തോന്നി, അല്ലാതെ ഒളിച്ചു വെച്ചൊന്നല്ല. അത് കേട്ടതും അവളൊന്ന് ഞെട്ടി. പിന്നീട് അവനെ നോക്കി ചുണ്ടു ചുളുക്കി. അപ്പോഴാണ് മഹി അവൾക്കുള്ള മെഡിസിനും വെള്ളവുമായി അങ്ങോട്ടേക്ക് വന്നത്. ദാ ഇത് നിന്റെ പെങ്ങൾ കൊടുത്തേക്ക്, ഞാൻ ഇറങ്ങുക. അത് ശ്രാവണ ഏൽപ്പിച്ച് രുദ്രയെ നോക്കി കണ്ണുരുട്ടിക്കൊണ്ട് അവൻ പോയതും അവൾ ചുണ്ടു ചുളുക്കി അവൻ പോകുന്നത് നോക്കിയിരുന്നു. ഏട്ടന്മാരെ കിട്ടിയപ്പോൾ നീ ആ പാവത്തിനെ ഒഴിവാക്കുവാണ്. കീച്ചു അകത്തേക്ക് വന്നുകൊണ്ട് അവളെ നോക്കി കണ്ണുരുട്ടിയതും അവൾ അവിടുന്ന് എണീറ്റ് മുറ്റത്തേക്ക് ഇറങ്ങി. അപ്പോഴേക്കും മഹി അവിടുന്ന് പോയിരുന്നു. ഇന്നലെ ഡിസ്ചാർജ്? റൂമിലേക്ക് കയറിക്കൊണ്ട് ഭദ്രയുടെ അടുത്തിരുന്ന അൻവറിനോടായി അല്ലു ചോദിച്ചു. അത് കേട്ടതും അൻവർ തല ഉയർത്തി നോക്കി. കോളേജിൽ നിന്ന് വരുന്ന വഴി ആയതുകൊണ്ട് അവനൊപ്പം അന്നുവും ഉണ്ടായിരുന്നു. അന്നുവിനെ കണ്ടതും അവന്റെ മുഖമിടർന്നു. അവൾ അതൊന്നും ശ്രദ്ധിക്കാതെ ഭദ്രയുടെ അടുത്തേക്ക് നടന്നു. അവൻ അവളെ നോക്കി ചിരിച്ചുകൊണ്ട് അല്ലുവിന് നേരെ നടന്നു. ഭദ്ര കുറച്ച് ഭേദമായതും ഫിദയെ അൻവർ നിർബന്ധിച്ച് ക്ലാസ്സിന് പറഞ്ഞു വിട്ടിരുന്നു. ആടാ, ഇനി ഇവിടെ കിടക്കേണ്ട ആവശ്യമില്ലെന്നാണ് ഡോക്ടർ പറയുന്നത്. പിന്നെ ഉമ്മച്ചിക്ക് നല്ല മാറ്റമുണ്ടല്ലോ. അൻവർ അന്നുവിനെ നോക്കി പറഞ്ഞതും അല്ലു ഒന്ന് ചിരിച്ചു. അപ്പോഴേക്കും ഫിദ ക്ലാസ് കഴിഞ്ഞ് വന്നിരുന്നു. അല്ലുവിനെ നോക്കി അവൾ ഭദ്രയുടെ അടുത്തായിരുന്നു അനുവിനോടൊപ്പം ഇരുന്നു. അല്ലു അവളെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. ആ പുഞ്ചിരി കണ്ട് അവളുടെ മുഖമിടുന്നു ഒരു ചിരിയോടെ അവൻ പുറത്തേക്ക് നടന്നു. അംജദ്, പിന്നിൽ നിന്ന് അൻവറിന്റെ വിളിയേട്ട് അല്ലു തിരിഞ്ഞു നോക്കി. എന്താ സാർ? അവന്റെ നിൽപ്പ് കണ്ട് അല്ലു മുഖം ചുളിച്ചു. അത് പിന്നെ അവൻ ബാക്കി പറയാതെ മടിച്ചു നിന്നതും എന്താണെങ്കിലും പറഞ്ഞോളൂ സാർ. അത് പിന്നെ അംജദ്, അന്നു അല്ല അമ്ന എൻ്റെ സ്റ്റുഡൻ്റാണ്. അത്രയും പറഞ്ഞതും അല്ലു കാര്യം മനസ്സിലാവാതെ അവനെ നോക്കി. എന്താ സാർ, അവളെന്തെങ്കിലും പ്രശ്നം? ഏയ് അതൊന്നുമല്ല, ഞാൻ വേറൊരു കാര്യം പറയാനാണ് വന്നത്. അല്ലുവിനെ മുഴുമിപ്പിക്കാൻ അനുവദിക്കാതെ ഇടക്കേറി പറഞ്ഞു. അത് എനിക്ക് അമ്നയെ ഇഷ്ടമാണ്, നിൽക്കാൻ ഞാൻ താല്പര്യമുണ്ട്. ഞാനിത് അവളോട് പറഞ്ഞിട്ടില്ല, തന്നോട് തന്നെ ആദ്യം പറയണമെന്ന് തോന്നി. അൻവർ പറഞ്ഞു കേട്ട് അവനും ഞെട്ടി. താനെന്താ ഒന്നും മിണ്ടാ നിൽക്കുന്നേ? സർ,
ഞാൻ അത് ഞങ്ങൾക്കാരും ഇല്ലെന്നാണ് ഫിദ പറഞ്ഞ്. എനിക്ക് നിങ്ങളെപ്പറ്റിയല്ല അറിയാം എന്ന് കരുതി സഹതാപം കൊണ്ടൊന്നല്ല. എനിക്ക് ശരിക്കും ഇഷ്ടം തോന്നിയിട്ടാ അവളെപ്പറ്റി ഫിദയോട് ചോദിച്ച്. ഇങ്ങനൊരു അവസ്ഥയിൽ തന്നെ ഇത് പറഞ്ഞത്. വൈകിയാൽ അവളെ നഷ്ടപ്പെടുമെന്നൊരു പേടി. പെട്ടെന്നൊരു മറുപടി വേണ്ട, ആലോചിച്ച് പറഞ്ഞാൽ മതി. അൽവിന് തോളിൽ തട്ടി ചിരിയോടെ പറഞ്ഞതും അന്യ അവിടേക്ക് വന്നു. കാക്കു പോവാം. അവളുടെ ശബ്ദം കേട്ടാണ് അവർ തിരിഞ്ഞു നോക്കിയത്. അപ്പം ഞാൻ പറഞ്ഞ മറക്കണ്ട, രണ്ടുപേരും കൂടി ആലോചിച്ച് നല്ലൊരു മറുപടി പറയും. അതും പറഞ്ഞ് അവൾ നോക്കിയും ചിരിച്ചുകൊണ്ട് അവനവിടുന്ന് പോയി. എന്താലോചിക്കുന്ന കാര്യം സാറ് പറഞ്ഞേ? അൽവിനോടൊപ്പം പുറത്തേക്ക് നടന്നുകൊണ്ട് അവൾ ചോദിച്ചതും അവൻ അവൾക്ക് നേരെ തിരിഞ്ഞു. നിന്നെ അങ്ങേർക്ക് കെട്ടിച്ചു കൊടുക്കുന്ന കാര്യം. പെട്ടെന്ന് അല്ലു അങ്ങനെ പറഞ്ഞപ്പോൾ അവളങ്ങ് ഷോക്കായി. എന്താ? അവൾ ഞെട്ടിലോടെ വീണ്ടും ചോദിച്ചു. ആന്ന്, ആ പുള്ളിക്ക് നിന്നോട് മുടിഞ്ഞ പ്രേമാണത്രേ, നീ കഴിക്കാൻ ആഗ്രഹമുണ്ടെന്ന്. അവൻ പറയുന്ന കേട്ട് അവൾ മിഴിച്ചു നിന്നു. എന്നിട്ട് നിങ്ങളെന്ത് പറഞ്ഞു? അവൾ നഖം കടിച്ചുകൊണ്ട് ചോദിച്ചു. അല്ലു ഒന്ന് ചിരിച്ചു. ഞാനൊന്നും പറഞ്ഞില്ല, പുള്ളി തന്നെ ആലോചിച്ച് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. എന്താ നിന്റെ അഭിപ്രായം? അവൻ്റെ ചോദ്യം കേട്ട് അവൾ തലചിരിച്ച് നോക്കി. എനിക്കിപ്പോൾ നിൽക്കാവൊന്നും വേണ്ട കാക്കു, എനിക്ക് പഠിക്കണം. അതിനേക്കാൾ എൻ്റെ കാക്കുവിനൊപ്പം കുറേ കാലം ജീവിക്കണം. അതൊക്കെ കഴിഞ്ഞ മതി നിൽക്കാഹ്. അവൾ മുഖം ചുളിച്ച് പറഞ്ഞതും അല്ലു അവളെ ചേർത്ത് പിടിച്ച് ബൈക്ക് ലക്ഷ്യമാക്കി നടന്നു. അവൾ ഉറങ്ങിയോ? രാത്രി കിച്ചുവിൻ്റെ വീട്ടിലേക്ക് വന്ന മഹി അകത്തേക്ക് കയറിക്കൊണ്ട് പാർവതിയോട് ചോദിച്ചതും കിരൺ ഒരു മുറിയിലേക്ക് അയച്ചുകൊണ്ടി. കിരണിൻ്റെയും ശ്രാവണിൻ്റെയും നടക്കി കിടന്നുറങ്ങുന്ന കിച്ചുവും രുദ്രയും അത് കണ്ടതും അവനൊന്ന് ചിരിച്ചു. മോനും പോയി കിടന്നോ? പാർവതി സ്നേഹത്തോടെ പറഞ്ഞതും അവനൊന്ന് ചിരിച്ചുകൊണ്ട് ആ മുറിയിലേക്ക് നടന്നു. കിരണിൻ്റെ അടുത്തായി കിടക്കുന്ന രുദ്രയെ കുറച്ചു നേരം നോക്കി നിന്നു. പിന്നെ ഒന്ന് വിശ്വസിച്ചുകൊണ്ട് അവിടെ കിടന്ന സോഫയിൽ പോയി കിടന്നു. ഇടയ്ക്കെപ്പോഴോ കണ്ണു തുറന്ന രുദ്ര മെല്ലെ എണീറ്റ് ചുറ്റും നോക്കി. അവൾ കണ്ണും തിരുമ്മി മുന്നിലേക്ക് നോക്കിയതും അവിടെ സോഫയിൽ കിടക്കുന്ന മഹിയെ കണ്ട് ഒന്ന് ചിരിച്ചുകൊണ്ട് അവിടുന്ന് എഴുന്നേറ്റു. അവൾ പുതച്ച പുതപ്പും വാരിക്കൂട്ടി ശബ്ദമുണ്ടാക്കാതെ പതിയിറങ്ങി മഹിയുടെ അടുത്തേക്ക് പോയി. കഷ്ടിച്ച് രണ്ടുപേർ കിടക്കാൻ പറ്റുന്ന സ്ഥലം അതിലുണ്ടെന്ന് കണ്ടതും ഉറങ്ങിക്കിടക്കുന്ന മഹിയുടെ അടുത്തായി അവളും കയറി കിടന്നു. എന്നിട്ട് അവൻ്റെ കൈയെടുത്ത് അവളുടെ ഇടുപ്പിൽ വെച്ചതും ഉറക്കത്തിൽ അവൻ അവളെ ചേർത്ത് പിടിച്ച് കിടന്നു. അത് കണ്ടവൾ പുതപ്പ് വലിച്ചിട്ട് കൊണ്ട് അവൻ്റെ നെഞ്ചിൽ ചുരുണ്ടുകൂടി കിടന്നു. അവൻ്റെ നെഞ്ചിൽ മുഖമുരസിക്കൊണ്ട് അവൾ അവനിലേക്ക് ചേർന്ന് കിടന്നുകൊണ്ട് കണ്ണുകൾ അടച്ചു. അപ്പോഴും മഹിയുടെ കരങ്ങൾ സുരക്ഷിതമായി അവളെ വലയം ചെയ്തിരുന്നു. അവൻ്റെ നെഞ്ചിലേക്ക് മുഖമമർത്തി അവൾ സുഖമായി ചുരുണ്ടുകൂടി കിടന്നുറങ്ങി. അവൾ ഉറക്കം പിടിച്ചതും മഹി പതിയെ കണ്ണു തുറന്നു. അവൻ്റെ നെഞ്ചിൽ മുഖം പൊഴുത്തി കിടക്കുന്ന അവളെ നോക്കി അവൻ കള്ളച്ചിരി ചിരിച്ചു. അവൾ ഉണരുന്നു. ശബ്ദമുണ്ടാക്കാതെ അവൻ്റെ അടുത്ത് വന്ന് കിടന്നമൊക്കെ അവൻ അറിയുന്നുണ്ടായിരുന്നു. പകല് ഏട്ടന്മാരെ മാത്രം മതി, രാത്രിയാവുമ്പോൾ നിനക്കെന്നെ വേണം അല്ലേടി? പെട്ടെന്ന് ആ ഓർമ്മ വന്നു. അവൻ അവളെ നോക്കി പിറുവിറുത്തു. ബട്ട് സ്റ്റിൽ ലവ് യു. അവൻ്റെ മുഖത്ത് മനോഹരമായൊരു പുഞ്ചിരി സ്ഥാനം പിടിച്ചു. അവൻ അവളുടെ വിരിനെറ്റിയിലൊന്ന് അമർത്തി ചുംബിച്ചു. അവൻ്റെ നെഞ്ചിൽ തലവെച്ച് കിടന്ന അവളുടെ തലപൊക്കി അവൻ്റെ കയ്യിൽ വെച്ചുകൊണ്ട് മറുകൈ കൊണ്ട് അവൾ അവനിലേക്ക് അണച്ചു പിടിച്ചു. അവൾ ഉറക്കത്തിൽ ഒന്നുകൂടി അവനോട് ചേർന്ന് കിടന്നു. മഹി കുസൃതിയോടെ ചിരിച്ചുകൊണ്ട് അവളുടെ കഴുത്തിലേക്ക് മുഖം പൊഴുത്തി. അവളൊന്ന് ചിണുങ്ങിക്കൊണ്ട് നേരെ കിടന്നു. മഹി അവളുടെ കഴുത്തിൽ മുഖം പൊഴുത്തിക്കൊണ്ട് തന്നെ കണ്ണുകൾ അടച്ചു. രാവിലെ എണീറ്റ് മുറിക്ക് പുറത്തേക്ക് പോകാൻ ഇറങ്ങിയ കിരൺ ആ കാഴ്ച കണ്ട് ഞെട്ടി. രുദ്രയെ കെട്ടിപ്പിടിച്ചുറങ്ങുന്ന മഹിയും അവനിലേക്ക് മുഖമടുപ്പിച്ച് കിടക്കുന്ന രുദ്രയും. അവൻ വേഗം തന്നെ തിരിഞ്ഞുകൊണ്ട് സ്വയം തലക്കടിച്ചു. നോക്കുമ്പോൾ ശ്രാവണും കിച്ചുവും ബെഡിൽ കിടന്നുറങ്ങുന്നുണ്ട്. അവൻ തലക്ക് കയ്യും കൊടുത്ത് കുറച്ചു നേരം അങ്ങനെ നിന്നു. പിന്നെ വേഗം കിച്ചുവിൻ്റെ അടുത്തേക്ക് പോയി. കിച്ചു ഒന്ന് എണീറ്റേടി. കിരൺ ശബ്ദം താഴ്ത്തി അവളെ കുലുക്കി വിളിച്ചതും അവൾ കണ്ണു തുറക്കാതെ മൂളി. എണീറ്റേ വാ, അപ്പത്തെ റൂം പോയി കിടക്കാം വാ. കിരൺ അവളെ എണീപ്പിച്ചിരുത്തിയതും അവൾ കണ്ണു തുറക്കാതെ കിരണിനെ ചാരിയെന്ന് ഉറങ്ങിയതും അവൻ അവളെ താങ്ങിപ്പിടിച്ച് അപ്പുറത്തെ മുറിയിലേക്ക് കൊണ്ടുപോയി. പോവാൻ നേരം ശ്രാവണൊന്ന് ചവിട്ടാൻ അവൻ മറന്നില്ല. ചവിട്ട് കിട്ടിയതും അവൻ ചാടി എണീറ്റു. എണീറ്റ പോലെ വീണ്ടും കിടന്ന അവൻ എന്തോ ഓർത്ത് ഞെട്ടി എണീറ്റു. മുന്നിൽ കിടക്കുന്ന മഹിയെയും രുദ്രയും കണ്ടതും അവൻ ഞെട്ടി കണ്ണു തിരുമ്മി. കിച്ചുവിനെ ആക്കാൻ പോയ കിരൺ തിരിച്ചു വരുമ്പോൾ അവർ മിഴിച്ചു നോക്കിയിരിക്കുന്ന ശ്രാവണിയാണ് കണ്ടത്. കിരൺ ശബ്ദം കുറച്ച് കനപ്പിച്ച് വിളിച്ചതും അവൻ ഞെട്ടിക്കൊണ്ട് കിരണിനെ നോക്കി. വായി നോക്കിയിരിക്കാതെ എണീറ്റു പോടാപ്പുറത്ത്. കിരൺ കടുപ്പിച്ച് പറഞ്ഞു. ശ്രാവൺ പുതപ്പ് മാറിക്കൂട്ടി അവിടുന്ന് പുറത്തേക്ക് ഓടി. പിന്നെ കിരണും അവിടെ നിൽക്കാതെ മുറിയടച്ച് ശ്രാവണിന്റെ പിന്നാലെ പോയി. നിനക്കെന്താണ് നാണല്ലേ? നീ ഇവിടെ എന്ത് നോക്കിക്കുമായിരുന്നു? മഹി എങ്ങാനും കണ്ടിരുന്നെങ്കിൽ അവനെന്ത് കരുതിയേനെ. ഛേ, എന്നാലും അവർക്ക് ഇത്ര ബോധമില്ലാതായി പോയോ? കിരൺ അവനെ നോക്കി കണ്ണിരുട്ടിക്കൊണ്ട് പറഞ്ഞതും അവൻ ബെഡിലേക്ക് മറിഞ്ഞു. ഇതൊക്കെ എന്ത് ചേട്ടൻ ഇത്രയല്ലേ കണ്ടുള്ളൂ, ഇതിനപ്പുറം ഞാൻ കണ്ടേ. ചേട്ടനെ വിട്ടേക്ക്, അവരിപ്പോൾ ഹാപ്പിയാണ്, അത് മതി. അവൻ അത്രയും പറഞ്ഞുകൊണ്ട് കണ്ണുകൾ അടച്ചതും കിരണും അവനൊപ്പം വന്ന് കിടന്ന് അവനെ ചേർത്ത് പിടിച്ചു. ഉറക്കമുടുന്ന മഹി അവൻ്റെ കൈക്കുള്ളിലെ രുദ്രയെ നോക്കി അങ്ങനെ കിടന്നു.
അവളുടെ നെറ്റിയിൽ അമർത്തി ചുംബിച്ചുകൊണ്ട് അവളെ നോക്കി ചിരിച്ചു. ആള് നല്ല ഉറക്കമായിരുന്നു. അവളുടെ കഴുത്തിൽ കിടന്ന് തിളങ്ങുന്ന താലി കണ്ടതും അവൻ ആ കഴുത്തിലേക്ക് മുഖം പൂഴ്ത്തി. അവൻ അവിടെ മുഖമുരസിയതും അവൻ്റെ താടിരോമങ്ങൾ അവളെ ഇക്കിളിപ്പെടുത്തി. അവൾ പതിയെ കണ്ണുകൾ തുറന്നു. കോട്ടുവായിട്ട് കണ്ണൊന്ന് തിരുമ്മിയതും മഹി അവളുടെ കഴുത്തിലേക്ക് ചുണ്ട് ചേർത്തു. അവൾ ഞെട്ടിത്തിരിഞ്ഞ് നോക്കിയതും മഹി അവളുടെ കഴുത്തിൽ നിന്ന് ചുണ്ട് വേർപ്പെടുത്താതെ അങ്ങനെ കിടന്നു. അവൾ മഹിയെ തള്ളിമാറ്റാൻ നോക്കുന്നുണ്ടെങ്കിലും അവൻ രണ്ട് കൈകൊണ്ടും അവളെ അവനിലേക്ക് അണച്ച് പിടിച്ചിട്ടുണ്ടായിരുന്നു. അവൻ്റെ താടിമീശ അവൾ ഇക്കിളിപ്പെടുത്തിയതും അവൾ അവൻ്റെ കൈക്കുള്ളിൽ കിടന്ന് കുതിറി. കുതിരൽ കൂടി വന്നതും മഹി അവളുടെ കഴുത്തിനൊന്ന് കടിച്ചുകൊണ്ട് അവളിൽ നിന്ന് വിട്ടുമാറി. അവൾ കഴുത്തിൽ കൈവച്ച് എരിവ് വലിച്ചു. അവളെ കുസൃതിയോട് നോക്കുന്ന മഹിയെ നോക്കി അവൾ കണ്ണുരുട്ടി. നിങ്ങളുടെ വായിൽ പല്ല് തന്നെയാണുള്ളത്, ഇതൊരു വേദന. അവൾ കഴുത്തിൽ കൈവച്ച് പറഞ്ഞതും മഹി അവൻ കടിച്ച ഭാഗത്തേക്ക് നോക്കി. അവൻ്റെ പല്ല് ചുമന്ന നിറത്തിൽ പതിഞ്ഞ് കിടപ്പുണ്ട്. അത് കണ്ടതും അവൻ്റെ മുഖത്തൊരു കള്ളച്ചിരി മുട്ടിട്ടു. പല്ല് തന്നെയാണോന്ന് ഒന്നുകൂടെ ഒന്ന് പരീക്ഷിച്ച് നോക്കിയാലോ? രണ്ട് വിരൽ കൊണ്ട് അവളുടെ കീഴ്ചുണ്ടിൽ പിടിച്ച് വലിച്ചുകൊണ്ട് അവൻ ചോദിച്ചതും അവൾ അവനെ നോക്കി കണ്ണുരുട്ടി. ചി, വൃത്തിയോട് പറയുന്നോ? അവൻ്റെ കൈ തട്ടി മാറ്റി അവളോട് നിന്ന് എണീറ്റ് മാറി. എന്ത് വൃത്തിയോട്? ഇന്നലെ കിസ് ചെയ്തപ്പോൾ ഈ വൃത്തിയോടൊന്നും ഇല്ലായിരുന്നല്ലോ. മഹി കമിഴി നേടുന്ന അവൾ തലചരിച്ച് നോക്കിക്കൊണ്ട് പറഞ്ഞതും അവൾ നിന്ന് വിയർത്തു. അത് പിന്നെ അവൾ ബബ്ബ അടിച്ചതും മഹി അവളെ നിന്ന് ഇരുത്തി നോക്കി. മോളെ രുദ്രേ! ദൈവവിളി പോലെ പാർവതിയുടെ വിളി വന്നും അവൾ അവിടുന്ന് തിരിഞ്ഞോടി. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.